പ്രിയപ്പെട്ട കൂട്ടുകാരെ, എനിയഗ്രാം ഓൺലൈൻ കോഴ്സിൻ്റെ ആദ്യ സുപ്രഭാതത്തിലേക്ക് എല്ലാ സഹോദരന്മാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്തുവാനും ഗുണപരമായ മാറ്റം സംജാതമാക്കുവാനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ താല്പര്യത്തോടെ നാം പഠിച്ചു വരുന്ന എനിയഗ്രാം കോഴ്സിൻ്റെ ആമുഖമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അതിനനുസരിച്ചുള്ള റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം. കുറച്ചു ഗൗരവത്തിൽ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി അറിയിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ഈ ചർച്ച നടക്കുക. ഈ സമയത്ത് ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ സൗകര്യം പോലെ അവർക്ക് പിന്നീട് കേൾക്കാമല്ലോ. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പക്ഷേ ഈ സമയം ചിലപ്പോൾ പ്രയാസകരമായിരിക്കാം. അനുയോജ്യമായ സമയത്ത് അവർക്ക് ഇത് കേൾക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, കേൾക്കുകയും നിങ്ങൾക്ക് പലതവണ കേൾക്കാം, ആവർത്തിച്ച് കേൾക്കാം. കേട്ട കാര്യങ്ങൾ നല്ല ഒരു നോട്ട്ബുക്കോ ഡയറിയോ കയ്യിൽ കരുതി അതിൽ നോട്ട് ചെയ്ത് വെക്കണം. ഈ നോട്ട് വളരെ നന്നായി തന്നെ കാര്യക്ഷമമായി തന്നെ ചെയ്യേണ്ടതുണ്ട്. നോട്ട് എഴുതുക മാത്രമല്ല, അത് എഴുതി വളരെ നന്നായി എഴുതി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മുടെ ചർച്ചാ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മികച്ച ആളുകൾക്ക് പ്രത്യേകമായ സമ്മാനങ്ങൾ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് ഗൗരവമായി കാണണം. നമ്മൾ പിന്നീട് ചെയ്യാം, ഇവിടെ സാധനം ഉണ്ടല്ലോ പിന്നെ കേൾക്കാം എന്ന് കരുതി മാറ്റിവെക്കുന്നൊരു മടി നമുക്കുണ്ടാവും. മനുഷ്യ സഹജമാണ്. അത് ഒഴിവാക്കുകയും കാര്യങ്ങളൊക്കെ തന്നെയും സമയബന്ധിതമായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഓരോ ദിവസവും നമുക്ക് കൊച്ചു വർക്കുകൾ, എന്തെങ്കിലും അസൈൻമെൻറ്റുകളൊക്കെ ചിലപ്പോൾ നൽകും. ബുദ്ധിമുട്ടില്ല. ജോലി ചെയ്യുന്ന ആളുകളും വലിയ തിരക്കുള്ള ആളുകളൊക്കെയാണ് എന്നറിയാം. അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുഞ്ഞു കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യവുമായി ബന്ധപ്പെട്ട കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഈ പഠനത്തെ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൂടി നമ്മൾ ഈ നോട്ട് എഴുതുന്നത് കാണണം. മറ്റൊരു കാര്യം, സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുകയും ചർച്ചാ ഗ്രൂപ്പിൽ അവസരം വരുമ്പോൾ തീർച്ചയായും ആ സംശയ നിവാരണത്തിന് അവസരം കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. സംശയ നിവാരണമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അത് ഫലപ്രദമായി തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിനും ഒപ്പം തന്നെ മറ്റുള്ള ആളുകളെ അവനവനെ മനസ്സിലാക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ തിരിച്ചറിയാനും കൂടിയുള്ള, കൂടുതൽ അറിയാനും കൂടിയുള്ളൊരു ടൂൾ എന്ന നിലക്ക് സഹപ്രവർത്തകരെയും ബന്ധപ്പെടുന്ന ആളുകളെയും ഒബ്സർവ് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ അവർ തരത്തിലാണ് പെടുന്നത് എന്ന ഒരു കാര്യവും കൂടി നമ്മൾ ചെയ്യാവുന്നതാണ്. ഏതായാലും നല്ല ഉദ്ദേശത്തോടു കൂടി, നല്ല താല്പര്യത്തോടു കൂടി, നല്ല ലക്ഷ്യത്തോടു കൂടി ഇതിനെ കാണണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മനോഹരമായ ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആമുഖം ആരംഭിക്കാം. വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ശ്രദ്ധയോടെ കേൾക്കണം. ഈ കഥയുടെ ഒരു അനലൈസ് നമുക്ക് നടത്തേണ്ടതുണ്ട്. നന്നായി കേൾക്കുകയും അതിനുശേഷം നാം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യാം. എ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു പുഴക്കരയിലാണ് താമസിക്കുന്നത്. വളരെ വലിയ കാലം മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ നടന്നിട്ടുള്ളത്. ആധുനിക കാലത്ത് നടന്ന കഥയല്ല. പഴയോരത്ത് ജീവിക്കുന്ന ആ പെൺകുട്ടി നല്ല സുന്ദരിയാണ്, എനർജറ്റിക്കാണ്, നല്ല കുട്ടിയാണ്. ദിവസവും രാവിലെ പുഴക്കരയിൽ വരും, കുളിക്കും, അലക്കും, അതുപോലെ മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്ത് കൂട്ടുകാരികൾക്കൊപ്പം
സന്തോഷത്തോടെ കളിച്ചു ചിരിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നു. മഴക്കാലം കഴിഞ്ഞു, പുഴ ഏറെക്കുറെ വെള്ളം കുറഞ്ഞു വരുന്ന ഒരു സമയത്ത് മറുകരയിലുള്ള ഒരു ആൺകുട്ടിയെ കാണുന്നു, ഈ എ എന്ന് പറയുന്ന പെൺകുട്ടി. സ്വാഭാവികമായും ടീനേജ് പ്രായത്തിൻ്റെ, കൗമാര പ്രായത്തിൻ്റെ ചാപല്യത്തിൻ്റെ ഭാഗമായി, ആ സമയത്തുണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടാകും. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ ആൺകുട്ടിയോട് നമ്മുടെ പെൺകുട്ടിക്ക് ഒരു അടുപ്പം തോന്നി. അവർ തമ്മിൽ പ്രണയമായി. ആൺകുട്ടിയെ നമുക്ക് ബി എന്ന് വിളിക്കാം. എയും ബിയും തമ്മിൽ നല്ല പ്രണയം, ശക്തമായ പ്രണയമായി. പുഴയായതുകൊണ്ട് തന്നെ പരസ്പരം കാണാനും മാത്രമേ പറ്റൂ. അക്കരെ വരാനോ ഒന്നിച്ചിരിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടാനോ പറ്റില്ല. ദിവസവും അങ്ങനെ നടന്നു പോകുന്നു അവരുടെ ആക്ടിവിറ്റികൾ. പ്രണയം മൂത്തപ്പോഴേ ആൺകുട്ടികളെക്കാൾ പലപ്പോഴും പെൺകുട്ടികൾക്കാണ് ഇത്തരം കാര്യങ്ങളിലും പ്രണയത്തിൻ്റെ ഗാഢതയിലുമൊക്കെ ചില കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. ഈ പെൺകുട്ടിക്ക് തൻ്റെ കാമുകനെ നേരിട്ട് കാണണമെന്ന വല്ലാത്ത ഒരു കൊതിയുണ്ടായി, ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യും? പുഴയാണ്, നീന്താനറിയില്ല, മറ്റു വഴിയില്ല. അതിശക്തമായ ആഗ്രഹം ഉണ്ടായി. ഏതു കാര്യവും നമ്മൾ എത്ര ശക്തമായി ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് അത് നേടാനുള്ള വഴി നമ്മുടെ മുന്നിലുണ്ടാകും. അതൊരു തത്വമാണ്, മനഃശാസ്ത്ര രീതിയാണ്. ശക്തമായ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചാണോ ഏത് രൂപത്തിലാണോ നമ്മൾ ശക്തമായി ആഗ്രഹിക്കുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമം അനുസരിച്ച് നമുക്കത് ജീവിതത്തിൽ പിന്നീട് യാഥാർത്ഥ്യമാക്കും. അതിശക്തമായ ആഗ്രഹം ഉണ്ടായപ്പോൾ ഈ പെൺകുട്ടി ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്നിറങ്ങി ഈ തൻ്റെ കാമുകനെ കാണാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടെ നടക്കുന്നു. എന്തെങ്കിലും വഴി ഉണ്ടാകുമെന്ന് കരുതി മുന്നോട്ട് പോകുന്നു. കുറേ അങ്ങ് നടന്നപ്പോഴേ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുന്നു. അദ്ദേഹത്തെ നമുക്ക് സി എന്ന് വിളിക്കാം. സിയെ കാണുന്നു. സിയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്, നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. സി പറഞ്ഞു, അതിനെന്താ, എൻ്റെ കയ്യിൽ തോണിയുണ്ട്, ഞാൻ നിന്നെ അക്കരെ എത്തിക്കാം, ഒരു കുഴപ്പമില്ല, എന്നെ സഹായിക്കാം. ഈ പെൺകുട്ടിക്ക് എ എന്ന പെൺകുട്ടിക്ക് വലിയ സന്തോഷമായി, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചു. ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ഒരു രാത്രി എൻ്റെ കൂടെ താമസിക്കണം, ഒരു നൈറ്റ് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ ഞാൻ നിന്നെ അക്കരെ എത്തിക്കാം. അത് അംഗീകരിക്കാൻ ഈ പെൺകുട്ടി തയ്യാറായില്ല. അത് ശരിയായ രീതിയല്ല, ചീത്തയാണ്, അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. വളരെ നിരാശയോടുകൂടി പ്രയാസപ്പെട്ട് വീണ്ടും നടന്ന് മുന്നോട്ട് പോയപ്പോഴേ മറ്റൊരാളെ കാണുന്നു. നമുക്കദ്ദേഹത്തെ ഡി എന്ന് വിളിക്കാം. അദ്ദേഹം വളരെ മാന്യനാണ്. കണ്ടാൽ നല്ല ഡ്രസ്സ് ചെയ്ത് മാന്യനായി, നല്ല ചൊങ്കനായ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തോട് തൻ്റെ ആവശ്യം പറഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞു, മോളെ, എനിക്ക് വലിയ സഹതാപമുണ്ട് നിൻ്റെ കാര്യത്തിൽ, സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ വലിയ തിരക്കിലാണ്, വലിയ ബിസിയാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ ഇപ്പോൾ കഴിയില്ല. ദയവ് ചെയ്ത് നീ മറ്റെന്തെങ്കിലും വഴി നോക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് അദ്ദേഹം ബിസി ആയതുകൊണ്ട് പെട്ടെന്ന് നടന്നു നീങ്ങി. വളരെ നിരാശയായി ഈ പെൺകുട്ടി ഇങ്ങനെ എന്ത് വഴി എന്ന് ചിന്തിച്ചിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴിയും കാണുന്നില്ല, ആരെയും കാണുന്നില്ല, ഇനി സഹായിക്കാൻ ആരും വരുമെന്ന് തോന്നുന്നില്ല. നിരാശയായി അവസാനം ആദ്യം കണ്ട സി എന്ന ആ തോണിക്കാരൻ്റെ അടുക്കിലേക്ക് തിരിച്ചെത്തുകയാണ്. എന്നിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു, എന്നെ ഒന്നുകൂടി ഞാൻ നിങ്ങൾ അഭ്യർത്ഥിക്കണം, എന്നെ ഒന്നുകൂടി എത്തിക്കാൻ നിങ്ങൾ സഹായിക്കണം, ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തോണിക്കാരൻ പറഞ്ഞു, ഞാൻ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് നിലനിൽക്കുന്നുണ്ട്. ഒരു നൈറ്റ് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്ന ഡിമാൻഡ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞു. പ്രയാസത്തോടു കൂടിയാണെങ്കിലും താല്പര്യമില്ലാതെയാണെങ്കിലും മറ്റൊരു ഗതിയില്ലാത്തത് കൊണ്ട് ഈ പെൺകുട്ടി സമ്മതം മൂളി. അങ്ങനെ ഒരു നൈറ്റ് ഇദ്ദേഹത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തോണിയിൽ അക്കരെ എത്തി.
തൻ്റെ കാമുകനായ ബിയെ കണ്ടു. ആദ്യമായി ഇവർ നേർക്കുനേരെ കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത ഒരു വികാര വായ്പോടുകൂടി ഇവർ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഒത്തിരി കാര്യങ്ങളോട് സംസാരിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ പെൺകുട്ടികളാണ് കൂടുതൽ സംസാരിക്കുക, സ്ത്രീകളാണ് കൂടുതൽ സംസാരിക്കുക. പുരുഷന്മാർ ആപേക്ഷികമായി സംസാരം കുറവാണ്. ഒരു ദിവസം ശരാശരി ഒരു സ്ത്രീ 6000 വാക്കുകൾ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. അതേസമയം പുരുഷനാണെങ്കിലോ 1000 വാക്കുകളാണ് ശരാശരി ഉപയോഗിക്കുക. അങ്ങനെ വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടെ ഇവരിങ്ങനെ ഒത്തിരി നേരം സംസാരിച്ചു. സംസാര വിഷയങ്ങൾ കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നെ നമ്മൾ പിന്നെന്താ എന്ന് ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അതിനവസാനം ഈ പെൺകുട്ടി തൻ്റെ കാമുകനോട് ഇവൾക്കുള്ള പ്രണയത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് നിൻ്റെ അടുത്ത് എത്തിയത് എന്നറിയാമോ? ഒരുപാട് നേരം അലഞ്ഞു നടന്ന് പലരെയും കണ്ടു സംസാരിച്ചു. അവസാനം ഈ തോണിക്കാരനെ കിട്ടി. തോണിക്കാരൻ ആദ്യം പറഞ്ഞ കാര്യവും നിരസിച്ച കാര്യവും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അവസാനം മറ്റൊരു രക്ഷയില്ലാത്തതുകൊണ്ട് നിന്നോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ട് ഞാൻ ആ തോണിക്കാരൻ്റെ കൂടെ ഒരു രാത്രി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഇവിടെ എത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാമുകനോടുള്ള തൻ്റെ വലിയ അഭിനിവേശം, താല്പര്യം, സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഈ കാര്യം കൂടി പറഞ്ഞു. ഇത് പറഞ്ഞതോടുകൂടി നമ്മുടെ ആൺകുട്ടിക്ക് ബിക്ക് അത്ര പിടിച്ചില്ല. ബി പറഞ്ഞു, ദാറ്റ് ഈസ് റോങ്, അത് തെറ്റാണ്, അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അത് ചീത്തയാണ്. അങ്ങനെയുള്ള വഴിവിട്ട മാർഗങ്ങളിലൂടെ നടക്കുന്ന ഒരു കുട്ടിയെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് ഉടൻ ഇവിടെ നിന്ന് ഇറങ്ങണം. ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു, ഇനിയൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറക്കി വിടുന്നു. വല്ലാത്ത ഷോക്കായി പോയി പെൺകുട്ടിക്ക്. പാവം വളരെ വലിയ പ്രതീക്ഷയോടുകൂടി ചെന്ന് ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം വലിയ നിരാശയോടുകൂടി ഇറങ്ങി നടക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, തിരിച്ചു വരാനൊരു മാർഗവും ഇല്ലാതെ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. കുട്ടി കരഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കരഞ്ഞു വരുന്നൊരു കുട്ടിയെ മറ്റൊരു വ്യക്തി കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ഡി എന്ന് വിളിക്കാം. ഡിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അന്വേഷിച്ചു, എന്താണ് സംഭവം അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കുട്ടിയുടെ കഥ കേട്ടപ്പോൾ ഡിയുടെ രക്തം തിളച്ചു. അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പാടില്ലല്ലോ, ഈ കുട്ടിയെ ഇപ്പോൾ ഇറക്കി വിട്ടാൽ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ രക്തം തിളച്ചു. ഇയാളാകെ വളരെ വലിയ ഒരു ദേഷ്യത്തോടു കൂടി, കോപത്തോടു കൂടി ഈ വിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിയുടെ അടുക്കൽ, ആ ആൺകുട്ടിയുടെ അടുക്കൽ ചെല്ലുന്നു. അവർ തമ്മിൽ സംസാരിച്ചു, വാക്കേറ്റമായി, വഴക്കായി, അടിപിടിയായി, ആകെ പ്രശ്നമായി. കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ക്ലൈമാക്സ് ഇല്ലാതെ, എൻഡില്ലാതെ അവസാനിക്കുന്നു എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് ഏത് രൂപത്തിലും പൂർത്തീകരിക്കാം, എന്നിട്ട് അത് ഉപയോഗിക്കാം. നമ്മുടെ ആവശ്യത്തിന് ഇത്ര മതി, അതുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു. ഇനി കഥയുടെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് എല്ലാവരും താഴേക്കൊന്ന് ഇറങ്ങി വരിക. എന്നിട്ട് എനിക്ക് കിട്ടേണ്ടത്, നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഇത് ഒരു കേവലം കഥയാണ്. ഇതിൽ ധാർമ്മികതയോ മതപരമായ കാഴ്ചപ്പാടോ മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഒരു കഥ എന്ന നിലയിൽ ഈ കഥയുടെ കഥാപാത്രങ്ങളുടെ ചിലരോട് ആഭിമുഖ്യമുണ്ടാവാനും ചിലരോടൊരു വിയോജിപ്പുണ്ടാവാനും സാധ്യതയുണ്ട്. പലർക്കും അങ്ങനെ ഉണ്ടാകും. എനിക്കറിയേണ്ടത് ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ തെറ്റു ചെയ്തത് എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്. നിങ്ങളുടെ മനസ്സാക്ഷി അനുസരിച്ച്, ഞാൻ പറഞ്ഞു, മതപരമായ ഒരു കാഴ്ചപ്പാടോ ധാർമ്മികമായ മൂല്യങ്ങളോ ഒന്നും നിങ്ങൾ ഇതിൽ ഈ വിലയിരുത്തലിൽ ചേർക്കരുത്. നിങ്ങളുടെ മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതനുസരിച്ച് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് ആരാണ്?
എ എന്ന് പറയുന്ന പെൺകുട്ടിയാണോ, ആ കുട്ടി ഇറങ്ങി തിരിച്ച് ധിക്കാരപൂർവ്വം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതാണോ? ബി എന്ന് പറയുന്ന ആൺകുട്ടി ഈ കുട്ടിയെ പുറത്താക്കിയല്ലോ, അതാണോ? സി എന്നയാൾ ഈ കുട്ടിയെ ചൂഷണം ചെയ്തല്ലോ, അതാണോ? അതല്ല ഡി എന്ന മനുഷ്യൻ, ബിസിയുള്ള മനുഷ്യൻ അദ്ദേഹം ഇയാളെ സഹായിക്കാതെ പോയതാണോ? അവസാനം പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ആളുടെ നമുക്ക് എന്നാണ് വിളിക്കേണ്ടത്. ഈ എന്നയാൾ മറ്റാളുമായി വഴക്കൂടി ബഹളം ഉണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി. ആണോ? ഇതിൽ എ, ബി, സി, ഡി, ഈ 5 കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടാകും. എ എന്ന് പറയുന്നത് പെൺകുട്ടിയാണ്, ബി എന്ന് പറയുന്നത് ആൺകുട്ടിയാണ്, സി എന്ന് പറയുന്നത് തോണിക്കാരനാണ്, ഡി എന്ന് പറയുന്നത് ബിസിമാനാണ്, എന്ന് പറയുന്നത് അവസാനം കണ്ട ഇയാളോട് കയർത്ത ബഹളം ഉണ്ടാക്കിയ അടിപിടി കൂടിയ വ്യക്തിയാണ്. ഈ 5 പേരിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ തെറ്റു ചെയ്തത്, അബദ്ധം ചെയ്ത് ആരാണ് എന്നാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ പിന്നീട് ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നതല്ല, അവരുടെ അഭിപ്രായമല്ല, നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അഭിപ്രായം നമ്മുടെ ചർച്ചാ ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് വിടണമെന്ന് അറിയിക്കുന്നു. വ്യത്യസ്ത രൂപത്തിലായിരിക്കും ആളുകൾ ഇതിനെ കാണുക. അത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥക്കനുസരിച്ചാണ്. അത് നമുക്ക് പിന്നീട് ഈ വിശകലനത്തിൽ ആവശ്യമുള്ളത് കൊണ്ടാണ് സത്യസന്ധമായി ആ കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് അറിയിക്കുന്നത്. എനിയഗ്രാം എന്നത് ഒരു പേഴ്സണാലിറ്റി തിയറി അല്ല. പേഴ്സണാലിറ്റി തിയറിയെക്കുറിച്ച്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ക്ലാസ്സിനെ കുറിച്ച്, ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് ക്ലാസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുകയും അതിൽ പങ്കെടുക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു പേഴ്സണാലിറ്റി തിയറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ അങ്ങനെയുള്ള ഒരു പരിശീലനങ്ങളൊന്നുമല്ല. സ്വയം തിരിച്ചറിവിനുള്ള ഒരു മനഃശാസ്ത്ര ടൂളാണ്, സൈക്കോമെട്രിക് പ്രോഗ്രാമാണ് ഈ എനിയഗ്രാം എന്ന് പറയുന്നത്. അവനവനെ ആഴത്തിൽ മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ, തങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരായ, സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കാൻ വളരെ നല്ല മനോഹരമായ ഒരു ടൂൾ. ഇത് ഉള്ളിലേക്ക് കയറിയാൽ, എനിയഗ്രാം ഉള്ളിലേക്ക് കയറിയാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബി ചേഞ്ച്ഡ്. ഉറപ്പിച്ച് പറയാം, നമ്മൾ മാറിയിരിക്കും. ഉള്ളിലേക്ക് കയറിയാൽ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എനിയഗ്രാം നമ്മുടെ ഉൾബോധത്തിൽ ഉൾക്കൊണ്ടാൽ, അതിനനുസരിച്ച് നമ്മുടെ മനോഭാവത്തിലും പ്രവർത്തനങ്ങളിലും മാറ്റം വന്നാൽ ഉറപ്പിച്ച് പറയുന്നു, വലിയ ഒരു ചേഞ്ച് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഒരു സാമൂഹ്യ ജീവിതത്തിൽ മാത്രമല്ല, ഇറ്റ് വിൽ ചേഞ്ച് യുവർ മോറൽ ലൈഫ് ഓൾസോ. ധാർമ്മിക ജീവിതത്തിലും, മതപരമായി ധാർമ്മികമായി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള ജീവിതത്തിലും ഒരു വലിയ ചേഞ്ച് നമുക്ക്, മാറ്റം, ഗുണപരമായ മാറ്റം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഉൾക്കടലിലേക്ക് പോയാൽ ലോകം ചുറ്റിയിരിക്കും. ഓരോ മനുഷ്യനും ഓരോ അജ്ഞാത ഭൂഖണ്ഡമാണ്. കൊളംബസിനെ പോലെ അവനവനെ കണ്ടെത്താൻ സ്വയം ഇറങ്ങണം എന്ന് വളരെ പ്രഗത്ഭനായ ഒരു തത്വചിന്തകൻ രേഖപ്പെടുത്തി വച്ചത് വളരെ പ്രസക്തമാണ് എനിയഗ്രാമിൻ്റെ പാഠം പഠിക്കുമ്പോൾ. കൊളംബസ് അമേരിക്ക കണ്ടെത്തിയത് നമുക്കറിയാം. അതേപോലെ അജ്ഞാതമായി കിടക്കുന്ന നമ്മെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വഴി, നമുക്ക് നമ്മെ അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ രസകരമായൊരു സംഗതി. നമുക്ക് നമ്മെ അറിയില്ല, പലർക്കും അറിയില്ല. എനിക്ക് എന്നേക്കാൾ അറിയുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മേക്കാൾ അറിയുന്ന മറ്റു പല സംവിധാനങ്ങളുണ്ട്. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ ഓരോരുത്തരും സ്വയം അറിയുന്നതിനേക്കാൾ നമ്മെ അറിയുന്ന മറ്റു സംവിധാനങ്ങളുണ്ട്. ഒന്ന് ഗൂഗിളാണ്, ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റ് ഇന്ന് നമ്മൾ സർവ്വവ്യാപിയായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ഡിജിറ്റൽ മേഖല വളരെ വലിയ ഒരു റവല്യൂഷൻ ഈ കാലഘട്ടത്തിലുണ്ടായി. 2 വർഷക്കാലം കൊണ്ട് നേടേണ്ട റവല്യൂഷനാണ് 2 മാസം കൊണ്ട് ഡിജിറ്റൽ മേഖലയിൽ സംഭവിച്ചത് എന്നാണ്
ആ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ CEO അടക്കമുള്ള സത്യാനന്ദല അടക്കമുള്ള ഈ മേഖല ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ വിലയിരുത്തിയത് 2 മാസം കൊണ്ടാണ് 2 വർഷം നേടേണ്ട വിപ്ലവം ഈ മേഖലയുണ്ടായത്. കൊറോണയും അനുബന്ധമായുണ്ടായ ലോക്ക്ഡൗണുമൊക്കെ ലോകത്തെ മനുഷ്യരെ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ നിർബന്ധിതരായി എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പരതുമ്പോൾ, എന്തെങ്കിലും അന്വേഷിക്കുമ്പോൾ, എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള ഐക്കണുകളാണ് നമ്മുടെ മുന്നിൽ ഗൂഗിൾ നമുക്ക് നൽകുന്നത്, ഇൻ്റർനെറ്റ് നമുക്ക് നൽകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഏത് ഏരിയയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ടെക്നോളജി. വളരെ രസകരമാണ് സംഭവം. നാം ഒരു വീഡിയോ കാണുമ്പോൾ, ഇൻ്റർനെറ്റിൽ ഒരു വീഡിയോ കാണുമ്പോൾ, ആ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മുടെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷനും നമ്മുടെ കണ്ണുകളുണ്ടാകുന്ന ചലനങ്ങളും അതിലെ മാറ്റങ്ങളും എല്ലാം ഒബ്സർവ് ചെയ്ത് അത് ഏതെല്ലാം രൂപത്തിൽ ഇദ്ദേഹത്തിന് ഇഷ്ടമാണ്, ഇഷ്ടമല്ല, ഉൾക്കൊള്ളുന്നുണ്ട്, ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഇയാൾക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള ഐക്കണുകളും സെർച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഗൂഗിൾ നൽകുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മേക്കാൾ കൂടുതൽ ഇന്ന് ടെക്നോളജിക്ക് അറിയാവുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ടെക്നോളജിക്ക് പോലും നമ്മേക്കാൾ അറിയാം, പക്ഷേ നമുക്ക് നമ്മെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ഒരു ടൂളാണ് എനിയഗ്രാം. ഞാൻ പറഞ്ഞു, എനിയഗ്രാം ഒരു സൈക്കോളജി, ഒരു മനഃശാസ്ത്ര പേഴ്സണാലിറ്റി തിയറി അല്ല, മോട്ടിവേഷൻ ക്ലാസ്സും അല്ല. എനിയഗ്രാം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വർക്ക്ഷോപ്പുകളിൽ സംഭവിക്കുന്നത് മോട്ടിവേഷൻ അല്ല ഉണ്ടാവുക, ഡീമോട്ടിവേഷൻ ഉണ്ടാവുക. അപ്പോൾ ഡീമോട്ടിവേഷന് നമ്മളിങ്ങനെ ഒരു കോഴ്സ് പഠിക്കണോ? ഡീമോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ഡിസ്കണ്ടൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് മനഃശാസ്ത്രത്തിൽ. ക്രിയാത്മകമായ അസംതൃപ്തി. ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ഇനിയും മെച്ചപ്പെടണം, കുറേ കൂടി മെച്ചപ്പെടണം എന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഒരു മനുഷ്യൻ ഗുണപരമായ മാറ്റത്തിലേക്ക് വരിക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ ആയാൽ പോരാ, ഞാൻ ഉഷാറായെന്ന്, ഞാൻ വളരെ നല്ല മനുഷ്യനാണ്, എനിക്ക് മാറ്റേണ്ടതൊന്നുമില്ല, ഞാൻ ഏറ്റവും നല്ലൊരാളാണ് എന്ന ചിന്തയാണെങ്കിൽ അയാൾക്ക് വളരാൻ സാധിക്കില്ല. ഒരു മരത്തിൻ്റെ ടോപ്പിലെത്തിയാൽ പിന്നെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഇനിയും വളരണം, ഇങ്ങനെയൊന്നും ആയാൽ പോരാ, കൂടുതൽ മെച്ചപ്പെടണം എന്ന ഒരു ചിന്തയിൽ നിന്നത് വരുന്നത് ക്രിയേറ്റീവ് ഡിസ്കണ്ടൻമെൻറ്റ്. ഇത് മനസ്സിൽ ഒരു കൊച്ചു അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഈ അസ്വസ്ഥതയാണ് പിന്നീട് കൂടുതൽ നന്മയിലേക്ക്, കൂടുതൽ ഗുണങ്ങളിലേക്ക്, മെച്ചപ്പെടുത്തലുകളിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാൻ സഹായകമാകുന്നത്. അതുകൊണ്ട് തന്നെ എനിയഗ്രാം ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ നൽകും. എനിക്ക് ആ മേഖലയിൽ മാറേണ്ടതുണ്ട്. ഏത് മേഖലയിലാണ് മാറേണ്ടത് എന്ന് എനിയഗ്രാം കൃത്യമായി നമ്മോട് പറയുന്നു. നമ്മൾ പാട്ട് കേൾക്കുമ്പോഴേ, FM റേഡിയോയിൽ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു സന്ദേശം തന്നെ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കൂ എന്നുള്ള ഒരു പരസ്യവാചകം. മനോഹരമായി കേൾക്കണമെങ്കിൽ അതിൻ്റെ നോബ് ഒരു നിശ്ചിത പോയിന്റിൽ നിൽക്കണം. ആ പോയിന്റിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചെറുതായി ഒന്ന് മാറിയാൽ പിന്നെ കേൾക്കുന്നത് പെരപെര എന്ന ഒരു സൗണ്ടായിരിക്കും, ഒരു അസ്വസ്ഥതയായിരിക്കും. എന്നാൽ ഒരു പോയിന്റിലൂടെ വെച്ച് കഴിഞ്ഞാൽ അത് മനോഹരമായി പാട്ട് കേൾക്കാം. ഇതേപോലെ നമ്മൾ യഥാർത്ഥത്തിൽ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ആ പോയിന്റ് നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നു എനിയഗ്രാം. അവിടെ ടച്ച് ചെയ്താൽ, അവിടെ ഫോക്കസ് ചെയ്താൽ, അത് ശ്രദ്ധിച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മെ കണ്ടെത്തുവാനും മാറാനുമുള്ള ഒരു മാർഗമായി എനിയഗ്രാം നമ്മുടെ മുന്നിൽ തുറന്നു തരും. ഓരോരുത്തർക്കും വിവിധങ്ങളായ സോഫ്റ്റ്വെയറോട് കൂടിയാണ് പടച്ച തമ്പുരാൻ ഓരോരുത്തരെയും പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ഏതാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് ആണെങ്കിൽ വേറെ ആരാളുടെ കയ്യിൽ ചിലപ്പോൾ ഐഫോൺ ഉണ്ടാകും, iOS. ഇത് രണ്ടും രണ്ട് സോഫ്റ്റ്വെയറാണ്. ഐഫോണിലെ ഡാറ്റകൾ വലിയ വില കൊടുത്ത് വാങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള iOS സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഐഫോണിലെ ഡാറ്റകൾ ആൻഡ്രോയിഡ് ഫോണിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. കാരണം രണ്ടിൻ്റെയും ഭാഷ, രണ്ടിൻ്റെയും ലാംഗ്വേജ്, രണ്ടിൻ്റെയും സോഫ്റ്റ്വെയർ വ്യത്യസ്തമാണ്. ഇതേപോലെ 9 തരം സൈക്കോളജിക്കൽ ലാംഗ്വേജാണ് എനിയഗ്രാം പരിചയപ്പെടുത്തുന്നത്. ഓരോ മനുഷ്യനും
ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ, ഒരു എനിയഗ്രാമിൻ്റെ ഒരു ഭാഷയിൽ, എനിയഗ്രാമിൻ്റെ ഒരു തലത്തിൽ ഡൊമൈൻ ആയിരിക്കും. അത് കണ്ടെത്തുകയും അതിലെ ഗുണങ്ങളും ദോഷങ്ങളും തിരിച്ചറിയുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജഡ്ജ്മെൻ്റൽ ഒബ്സർവേഷൻ മാറും, ജഡ്ജ്മെൻറ്റ് മാറും, ഒബ്സർവേഷൻ മാറും. മറ്റുള്ളവർ നമ്മോട് മോശമായി പെരുമാറി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റത്തിൽ വളരെ നമുക്ക് ഇഷ്ടപ്പെടാത്ത, തീർത്തും അക്രമം എന്ന് പറയാവുന്ന കാര്യം ഉണ്ടായി എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിച്ചാൽ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല. ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്വെയർ അങ്ങനെയായിരുന്നു, ആ രൂപത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അയാളോട് സഹതാപമല്ല ഉണ്ടാവുക, അനുതാപമാണ്. ദേഷ്യമല്ല ഉണ്ടാവുക, ഒരു അനുതാപമാണ്. രണ്ട് കാലില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഓടാൻ കഴിയില്ല. അയാളെ കാണുമ്പോൾ നമുക്കൊരു ഒരു സഹതാപം ഉണ്ടാവും. ശരിക്കും അനുതാപമാണ് വേണ്ടത്, സിമ്പതി അല്ല, എമ്പതിയാണ് വേണ്ടത്. ഇതേപോലെ ഒരാൾ മോശമായി നമ്മോട് പെരുമാറുമ്പോൾ ഇത് ഉള്ളിൽ കയറിയാൽ നമുക്കപ്പോൾ തിരിച്ചറിയാൻ പറ്റും അയാളോടുള്ള ഒരു എമ്പതി എന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, അല്ലെങ്കിൽ എന്നോടുള്ള മോശമായി പെരുമാറുന്നത് കൊണ്ടോ മറ്റോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ പെരുമാറാൻ പറ്റൂ, കാരണം സോഫ്റ്റ്വെയർ അങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് നമ്മെ തിരിച്ചറിയാൻ കഴിയാത്ത വലിയ ഒരു ഏരിയ ഉണ്ട്, അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഓരോ വ്യക്തിത്വത്തിനും 3 ലെയറുകളുണ്ട്. നമ്മൾ സാധാരണ അത് മനസ്സിലാക്കണം. ആദ്യം എനിയഗ്രാം പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. 3 ലെയർ ഉണ്ടാകും. ഒന്നാമത്തേത് ഒരു കുഞ്ഞു വൃത്തം. ഒരു വൃത്തം മനസ്സിലേക്ക് കാണുക, നിങ്ങൾ നോട്ടിലത് എഴുതണം. ഒരു വൃത്തം, ആ വൃത്തത്തിൻ്റെ അപ്പുറത്ത് അത് ഉള്ളിൽ വരുന്ന രൂപത്തിൽ അതിൻ്റെ പുറമെ മറ്റൊരു വൃത്തം, പിന്നെ അതിൻ്റെ പുറമെ മറ്റൊരു വൃത്തം. ഈ 3 വൃത്തമുള്ള 3 ലെയറുള്ള ഒരു വ്യക്തിത്വമാണ് ഓരോ മനുഷ്യനും. അകത്തെ കുഞ്ഞു വൃത്തം എന്ന് പറയുന്നത് അത് ബോൾഡ് ചെയ്ത് അതിങ്ങനെ കറുപ്പിച്ച് വെക്കുക. അതൊരു കുഞ്ഞു വൃത്തം, ആ വൃത്തം കറുപ്പിച്ചിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ റിയൽ സെൽഫ് എന്ന് പറയുന്നത്. ഭൂമിയുടെ കോർ എന്ന് പറയാറുണ്ടല്ലോ, ജിയോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ മാൻഡൽ കോർ എന്നൊക്കെ പഠിക്കാറില്ലേ, ഭൂമിയുടെ അകക്കാമ്പ്. അതാണ് ഈ റിയൽ സെൽഫ്, കോർ. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ അത്. ഇരുട്ടത്ത് നമ്മൾ എന്താണോ ആലോചിക്കുന്നത്, ആരുമില്ലാത്ത സമയത്ത് നമ്മുടെ ചിന്താഗതി എന്താണോ, യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവം എന്താണോ, നമ്മൾ എന്താണോ, അതാണ് റിയൽ സെൽഫ്. അവിടെയാണ് എനിയഗ്രാം പിടികൂടുന്നത്. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വം എന്താണ്, റിയൽ സെൽഫ് എന്താണ്. അതിൻ്റെ അപ്പുറത്തുള്ള രണ്ടാമത്തെ വൃത്തമുണ്ടല്ലോ, ആ വൃത്തത്തിന് നമ്മൾ പറയുന്ന പേര് പ്രൊജക്റ്റഡ് സെൽഫ് എന്നാണ്. നമ്മൾ റിയൽ സെൽഫ് ഇന്നതാണ് എങ്കിലും, യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നതാണ് എങ്കിലും, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എത്തുമ്പോൾ, ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ ഇന്ന രൂപത്തിലാവണമെന്ന് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകും. അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന മാറ്റമാണ് പെർസോണയാണ്. പെർസോണ എന്ന് പറഞ്ഞാൽ മുഖമൂടി. അതാണ് രണ്ടാമത്തെ വൃത്തം. അവിടെ നിന്നാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഒക്കെ വരുന്നത്. നല്ലൊരു ക്ലാസ് കേട്ടു, ഒരു പേഴ്സണാലിറ്റി തിയറി അനുസരിച്ച് ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടു. നാം വലിയ ആവേശമായി, മാറണമെന്ന് തോന്നി, മാറ്റമുണ്ടായി, കുറച്ചൊക്കെ മാറ്റം ഉണ്ടായി. എത്ര ദിവസം ഉണ്ടാകും? ഏറിയ ഒരാഴ്ച ഉണ്ടാകും. അത് കഴിഞ്ഞാലോ ലൂസായി പോവും. എന്താ കാര്യം? ഈ തിയറിയും ഈ സംവിധാനങ്ങളൊക്കെ ഏറ്റെടുത്തത് ഈ രണ്ടാമത്തെ ലെയറിലാണ്. ഉള്ളിലെ റിയൽ സെൽഫിലേക്ക് സാധനം എത്തിയിട്ടില്ല, ഉപബോധ മനസ്സിലേക്ക് സാധനം എത്തിയിട്ടില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അത് സ്ഥായിയാവാത്തത്, താൽക്കാലികമായൊരു മാറ്റമായി മാറുന്നത്. അപ്പോൾ എനിയഗ്രാം ഇടപെടുന്നത് ഈ അകത്തെ വൃത്തത്തിലാണ്. രണ്ടാമത്തെ വൃത്തത്തിലാണ് നമ്മുടെ മുഖംമൂടി വരുന്നത്, പേഴ്സോണ വരുന്നത്. ചിലപ്പോൾ അങ്ങനെ വേണമല്ലോ. ഭാര്യയോട് സംസാരിക്കുന്ന പോലെയല്ല, ഇടപഴകുന്ന പോലെയല്ല ഉമ്മയോട് സംസാരിക്കുക. സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയല്ല ഉപ്പയോട് സംസാരിക്കുക. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. നമ്മളൊരു പക്ഷേ ഓരോ സ്ഥലത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറും. അത് ആ പെരുമാറ്റത്തിൻ്റെ ഒരു മര്യാദയാണ്. ഇതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഇന്നതാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാം മാറ്റം വരുത്തുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന സ്വഭാവമാണ്, വീട്ടിൽ ഇന്ന സ്വഭാവമാണ്, പുറത്ത് വേറെ സ്വഭാവമാണ്. അങ്ങനെ പലപ്പോഴും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അപ്പം മറ്റുള്ളവർ നമ്മെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, നല്ലതാണ് എന്ന് വിചാരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറേ ഒരു കാട്ടിക്കൂട്ടലെന്ന് പറയാം.
അല്ലെങ്കിൽ ഒരു പെർസോണയാണ് രണ്ടാമത്തെ വൃത്തം. അതിനപ്പുറത്ത് മൂന്നാമത്തെ ഒരു വൃത്തമുണ്ട്, ഔട്ടർ സെൽഫ് എന്ന് പറയും. ഔട്ടർ സെൽഫ് ഒന്നാമത്തെ വൃത്തത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് എങ്കിൽ, രണ്ടാമത്തെ വൃത്തത്തിൽ നമ്മൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്, പ്രൊജക്റ്റഡ് സെൽഫ്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കണമെന്ന് കരുതിയിട്ട് നാം ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളാണെങ്കിൽ, മൂന്നാമത്തെ വൃത്തത്തിൽ വരുന്നത് മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കിയ ഒരു രീതിയാണ്. അത് മാപ്പ് ഈസ് നോട്ട് ടെറിട്ടറി എന്ന് NLPയിൽ ഒരു തിയറി പറയുന്നുണ്ട്. മാപ്പാണത്, ഒരു മനുഷ്യൻ്റെ മാപ്പ്. അത് ശരിയാവാം, 100% ശരിയാവാൻ സാധ്യതയില്ല, 100% തെറ്റാവാനും സാധ്യതയില്ല. ഒരാൾ നമ്മെക്കുറിച്ച് മനസ്സിലാക്കുന്ന രീതി. വിവാഹാന്വേഷണം നടക്കുമ്പോഴേ മറ്റുള്ളവർ ഇതേക്കുറിച്ച് അന്വേഷിക്കും നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ അന്വേഷണത്തിൽ അയാൾ പറയുന്നത് ഈ മൂന്നാമത്തെ വൃത്തത്തിൽ നിന്നുകൊണ്ടാണ്. അയാൾ കണ്ട കേട്ട മനസ്സിലാക്കിയ കാര്യങ്ങൾ. നമ്മൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത് ആയിരിക്കില്ല ഒരു പക്ഷേ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അത് അവർ നമ്മെക്കുറിച്ച് വിലയിരുത്തിയ, ഒബ്സർവ് ചെയ്ത പെരുമാറ്റങ്ങളുടെയും ഇടപഴകലുടെയും സംസാരങ്ങളുടെയും നിലപാടുകളെയും മറ്റുള്ളവർ നമ്മെ വിലയിരുത്തിയ ഒരു ലെയറിൽ നിന്നാണ് അവർ സംസാരിക്കുക. എനിയഗ്രാം ഇടപെടുന്നത് ഞാൻ സൂചിപ്പിച്ചു ആദ്യത്തെ റിയൽ സെൽഫിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് ഏറ്റവും നന്നായി നമ്മെ തിരിച്ചറിഞ്ഞ് ആവശ്യമായിടത്ത് മാറ്റം വരുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. എനിയെ എന്ന് പറയുന്നത് എന്ന വാക്കിൻ്റെ അർത്ഥം 9 എന്നാണ്. 9 ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇലക്ട്രോകാർഡിയോഗ്രാം എന്നൊക്കെ കേൾക്കാറുണ്ട്. ഗ്രാം വരകൾ. എനിയഗ്രാമിൻ്റെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമുക്ക് അതിൻ്റെ പിക്ചർ ഈ ഗ്രൂപ്പിൽ പിന്നീട് അയച്ചു തരാം. 1 മുതൽ 9 വരെയുള്ള നമ്പറുകൾ എഴുതിയിട്ടുള്ള ഒരു വൃത്തം. ആ വൃത്തത്തിൽ അങ്ങും ഇങ്ങും കുറേ വരകളുണ്ട്, ആരോ മാർക്കൊക്കെ ഉള്ള കുറേ വരകളുണ്ട്. ആ ആരോ മാർക്ക് എന്താണ് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടതില്ല. അത് നമുക്ക് ഭാവിയിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. 1 മുതൽ 9 വരെ നമ്പറുകൾ എഴുതിയ ഒരു വൃത്തം. ആ വൃത്തത്തിലെ ആ നമ്പറുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന രൂപത്തിൽ വരകൾ പോയിട്ടുണ്ടാകും. ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു പിക്ചർ കാണാത്തവർക്ക് വേണ്ടി അയച്ചു തരാം. ഇത് ആണ് എനിയഗ്രാം എന്ന് പറയുന്നത്. 1 മുതൽ 9 വരെയുള്ള നമ്പറുകളാണ്. ഓരോ മനുഷ്യനും ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ ഉൾപ്പെടും. 1-ാം നമ്പർ ആണെങ്കിൽ അയാൾക്ക് ഇന്ന ഗുണങ്ങൾ ഉണ്ടാകും, ഇന്ന ദോഷങ്ങൾ ഉണ്ടാകും. ഇന്ന രൂപത്തിലാണ് അദ്ദേഹം മാറേണ്ടത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കും ഓരോ നമ്പറും. 2-ാം നമ്പർ ആണെങ്കിൽ അയാളുടെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ, വൈശിഷ്ട്യങ്ങൾ ഇന്നതാണ്, ഗുണങ്ങൾ ഇന്നതാണ്, ദോഷങ്ങൾ ഇന്നതാണ്. അയാൾ ഈ രൂപത്തിലാണ് മാറേണ്ടത്. അദ്ദേഹം ജീവിതത്തിൽ വിജയം നേടാൻ ചെയ്യേണ്ട ഓരോ നമ്പറുകാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ്, HR. ഇതിൽ ഒരു 4 കാര്യങ്ങൾ വളരെ പ്രധാനമായി നമ്മൾ തിരിച്ചറിയണം. 4 കാര്യങ്ങൾ. ഒന്നാമത്തേത് നോ യുവർ സെൽഫ്. നമ്മെ അറിയുക, സ്വന്തം അറിയുക. എന്താണ് ഞാൻ എന്ന് ഓരോരുത്തരും അറിയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 2-ാമത്തെ ബെസ്റ്റ് വേ ഫോർ HR-ൻ്റെ ഏറ്റവും നല്ല എത്താനുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ വഴി എന്ന് പറയുന്നത് 2-ാമത്തേത് നോ ദ അതേഴ്സ് പേഴ്സൺസ്. മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ അറിയുക, മനസ്സിലാക്കുക എന്നാണ്. നോ ദ അതർ പേഴ്സൺസ്. 3-ാമത്തേത് റിമെമ്പർ ദാറ്റ് ദ ബെസ്റ്റ് റിലേഷൻഷിപ്സ് ആർ ബേസ്ഡ് ഓൺ ലിവിങ്, ലവിങ് ആൻഡ് ഷെയറിങ്. നമ്മൾ ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും നല്ല ബന്ധം അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഒന്ന് ലിവിങ്, എങ്ങനെ ജീവിക്കുന്നു, ലവിങ്, എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് പരസ്പരം, ആൻഡ് ഷെയറിങ്, ഏത് രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നന്നായി ജീവിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ്, ഒരു രീതിയാണ് ഏറ്റവും നല്ല ബന്ധത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ. 4-ാമത്തേത് ഗ്രാസ്പ് ദ അതർ പേഴ്സൺസ് പെർസ്പെക്റ്റീവ്. മറ്റുള്ള മനുഷ്യരുടെ പെരുമാറ്റത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, അത് നമ്മൾ ഉൾക്കൊള്ളുക. ഓരോരുത്തർക്കും ഓരോ സ്വഭാവവും ഓരോ ഗുണവും ഓരോ ദോഷമൊക്കെ ഉണ്ടാവും. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവരുടെ വ്യക്തിത്വത്തെ റെസ്പെക്റ്റ് ചെയ്യണം.
അത് നമ്മൾ അതേ റെസ്പെക്റ്റ് ചെയ്താൽ മതിയാകും. ഉൾക്കൊള്ളണമെന്നില്ല. അയാളുടെ പെരുമാറ്റ സ്വഭാവം നമ്മൾ ഉൾക്കൊള്ളണമെന്നില്ല. നല്ലതാണെങ്കിൽ ഉൾക്കൊള്ളാം. എന്ത് കാര്യമാണെങ്കിലും അയാളുടെ നിലപാടുകൾ, അയാളുടെ സമീപനങ്ങൾ, അയാളുടെ വ്യക്തിത്വത്തെ ഒരു മനുഷ്യൻ നിലക്ക് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയണം. അത് റിസീവ് ചെയ്യണമെന്നില്ല. റെസ്പെക്ട്സ് അതർ പേഴ്സണാലിറ്റി, മറ്റുള്ള പേഴ്സണാലിറ്റി വ്യക്തിത്വങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്, അതിനെ ഒരു അവബോധം നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങളാണ് നല്ല ഹ്യൂമൻ റിസോഴ്സിന് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത്. ഈ നിലയിൽ എനിയഗ്രാമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. ഒന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതി, ഇത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് മറ്റുള്ളവരെ ശരിയാക്കി കളയാം എന്നൊരു ചിന്തയല്ല, ഉള്ളിലേക്കൊന്ന് ടോർച്ചടിച്ച് നോക്കാൻ, ഒരു ഇൻട്രോസ്പെക്ഷൻ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പഠനമാണെന്നാണ് കരുതേണ്ടത്. സാധാരണഗതിയിൽ ഒരു പരിശീലകരാണ് ഈ ക്ലാസ് കേൾക്കുന്നെങ്കിൽ, ഏത് ക്ലാസ് കേൾക്കുന്നെങ്കിലും അവരാദ്യം മനസ്സിൽ ചിന്തിക്കാൻ അറിയാം, ഈ പോയിന്റ് നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താം, ഈ പോയിന്റ് ഇന്നയിടത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാം, ഉഷാറാണ് എന്നൊരു ചിന്തയുണ്ടാവും. മറ്റുള്ളവരെ ശരിയാക്കാൻ, മറ്റുള്ളവരെ മാറ്റാൻ, മറ്റുള്ളവർക്ക് ഇതേക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഏത് തരത്തിൽ ഉപകാരപ്പെടും എന്നാണ് കുറേ ആളുകൾ ചിന്തിക്കുക. എന്നാൽ എനിയഗ്രാം പഠിക്കുമ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ഒരു ചിന്തയല്ല ഉണ്ടാവേണ്ടത്. ഈ കാര്യം എന്നിൽ മാറ്റം വരുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ഏത് തരത്തിലാണ് ഇത് ഉപകാരപ്പെടുക എന്ന ഒരു പോസിറ്റീവായ ചിന്തയാണ് ഉണ്ടാവേണ്ടത്. ആ തരത്തിൽ വളരെ നല്ല പോസിറ്റീവായ, എനർജറ്റിക്കായ, സന്തോഷകരമായ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മളിതിനെ ഉൾക്കൊള്ളേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച പോലെ കണ്ണും മനസ്സും തുറന്നിരുന്ന് ഇതിനെ ഉൾക്കൊള്ളുക, കേൾക്കുക. ഉത്ബോധത്തിൽ കുടുങ്ങിയാൽ, എനിയഗ്രാം നമ്മുടെ ഉത്ബോധത്തിൽ കയറിയാൽ ഉറപ്പാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. 2 ലോകത്തും ജീവിതത്തിൽ ഗുണപരമായ മാറ്റത്തിന് അത് ഒരു വെളിച്ചമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസങ്ങളിൽ എന്താണ് എനിയഗ്രാം, ഏത് രൂപത്തിലാണ് വന്നത്, അതിൻ്റെ ഉറവിടം എന്താണ്, അതിൻ്റെ ആധികാരികത എന്താണെന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്തതിന് ശേഷം, ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഏത് ടൈപ്പാണ് എന്ന് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യനെയറാണ്. ഒരു 180 ക്വസ്റ്റ്യനുകളുള്ള ഒരു ക്വസ്റ്റ്യനെയർ നമുക്ക് ചെയ്യണം. അത് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചറിയാം ഞാൻ ഏത് ടൈപ്പാണെന്ന്. പിന്നീട് ഓരോ ടൈപ്പിൻ്റെയും പ്രത്യേകതകൾ, അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടാവും. 12 ദിവസത്തെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയും ഏതെങ്കിലും തരത്തിൽ ക്ലാസ്സുകളിൽ മാറ്റം വേണമെങ്കിൽ അത് നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. സാധ്യമാവുന്നതൊക്കെ നമുക്ക് ചെയ്യാം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലപ്പെട്ടതാണ്. ഒപ്പം സംശയങ്ങൾ തീർച്ചയായും ചോദിക്കണം. അത് ക്ലാരിഫിക്കേഷൻ അനിവാര്യമാണ്. നമുക്ക് നേർക്കുനേരെ എല്ലാ ക്ലാസ്സുകൾ കൊണ്ട് തന്നെ ഏതെല്ലാം തരത്തിലാണ് നമുക്കത് മനസ്സിലാകുന്നത്, ഫലപ്പെടുന്നതെന്ന് നമുക്ക് ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ അനുസരിച്ചാണ് നമുക്കത് പറ്റിയോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഇതിനെ കാണണം. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടു കൂടി ഇതിനെ ഉൾക്കൊണ്ടാൽ തീർച്ചയായും നമുക്ക് ഫലപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ കോഴ്സ് നേരത്തെ ടെലഗ്രാമിലും മറ്റുമായി നടത്തിയ ഈ കോഴ്സിൽ ധാരാളം ആളുകൾ, ഇപ്പോൾ ലാസ്റ്റ് നടത്തിയ കോഴ്സിൽ ധാരാളം ആളുകൾ ഇതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച്, ഇതിൻ്റെ സന്തോഷകരമായ അവസ്ഥയെക്കുറിച്ച് പേഴ്സണലായിട്ടും ഗ്രൂപ്പിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിൽ പലരും ഈ കോഴ്സിന് വീണ്ടും വന്നിട്ടുണ്ട്. അവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. കുറേ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ടും നന്നായും വേറെ ചില രീതിയിലും ചെയ്യുന്നു എന്ന് മാത്രമാണ്. പക്ഷെ അവർ വീണ്ടും വന്നു എന്നത് തന്നെ അതിന് അവർക്ക് അത്ര വലിയ ഒരു ക്യൂരിയോസിറ്റി, ഒരു താല്പര്യം ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലയിൽ നിങ്ങളതിനെടുക്കുകയും ഏത് കാര്യവും നമ്മൾ ഏത് തരത്തിലാണ് ഉൾക്കൊള്ളുന്നത് എന്നതനുസരിച്ചാണ് നമുക്കത് ഫലപ്പെടുക എന്ന് തിരിച്ചറിയണം. ആ നിലയിൽ ഇതിനെ കാണണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. വളരെ ഫലപ്രദമായി, സന്തോഷകരമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് സഹായകമാവാൻ എനിയഗ്രാം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി. താങ്ക് യു വെരി മച്ച്.